രാത്രിയിൽ ദീർഘനേരം ഉറങ്ങുന്നത് പല രോഗങ്ങൾക്കും തടയാൻ കാരണമെന്ന് ശാസ്ത്രം പറയുന്നു. പക്ഷെ രാത്രി അല്പം മാത്രമേ ഉറങ്ങാവൂ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി എന്താണ് എന്ന് ചോദിക്കുന്നു. എന്താണ് ഇതൊരു വൈരുദ്ധ്യാണോ? അല്ല. വമനിൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ ഒരു ആജ്ഞയുണ്ട്. نصفه أو فمن الليل يا أيها المزمل قم الليل إلا قليلا قم الليل إلا قليلا نصفه أو انقص منه قليلا. രാത്രിയുടെ പകുതിയിൽ അല്പമോ എടുത്ത് അങ്ങ് നിസ്കരിക്കണം, ബാക്കി ഉറങ്ങിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആജ്ഞയാണ്. നമ്മളോടുള്ള ആജ്ഞ എന്ന് പറഞ്ഞത് എന്താ? ഇശാ നിസ്കാരം കഴിഞ്ഞ പിന്നെ പോയി കിടന്നുറങ്ങണം എന്നാ. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാം. പിന്നെ ശാസ്ത്രം ഈ പറഞ്ഞത് നമ്മളൊക്കെ പാലിക്കുകയാണെങ്കിൽ വളരെ നല്ല സംഗതിയല്ലേ? സുബഹി ഖളാവാതെ ഏറ്റവും ദീർഘമായി നബി സൂറത്ത് ഓതിയ നിസ്കാരം സുബഹി നിസ്കാരം. നമുക്ക് ഉറക്കം കൊണ്ട് ഇന്നാത്തതിനൊക്കെ എന്നെ കഴിയണുള്ളൂ അല്ലേ? സുബ്ഹാനല്ലാഹ്. അത് ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടോ ഇന്നാത്തതിനൊക്കെലിട്ടോ അതുകൊണ്ട് തീർക്കാണ്. അത് എത്രക്കാ സൂര്യോദയം? വർഷോനെ 6:35 കൃത്യമായിട്ട് അലാറം വെച്ച്. എന്താ പറ്റണത്? 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ കിടന്നുറങ്ങണത് കഴിയില്ല, ഉറപ്പല്ലേ? ഏറ്റവും കൂടുതൽ മുഅ്മിനിന് ഉന്മേഷമുണ്ടായിരുന്ന നിസ്കാരം സുബഹി നിസ്കാരമായിരുന്നു. എന്താ കാരണം? ഇശാ എന്ന് പറഞ്ഞ നിസ്കാരം തന്നെ നടക്കുന്നത് അശാഇന്റെ ശേഷമാണ്. അറബിയിലെ അശാ എന്ന് പറഞ്ഞ ഡിന്നറാണ്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ഇശാ കഴിഞ്ഞ് ഉറങ്ങാം. പിന്നെ വേറെ ഒന്നുമില്ല അവിടെ. ഒരു സംസാരം, പിന്നെ ഒരു മീറ്റിംഗും ഇല്ല. ഉറങ്ങാൻ ദീർഘമായ ഉറക്കം കിട്ടുന്ന എത്രയും വലിയ സുന്നത്ത് നമ്മുടെ ദീനിന്റെ സുന്നത്താണ്. അതിൽ അള്ളാഹുവിന്റെ മുത്തഖീങ്ങൾ ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേൽക്കാൻ പറ്റും. നമ്മൾ 1 മണിക്ക് കിടന്നിട്ട് പിന്നെ എപ്പോഴാ തഹജ്ജുദിന് എഴുന്നേൽക്കുക? സുബഹിക്ക് എഴുന്നേൽക്കാൻ നേരമല്ല ഉള്ളപ്പോഴേക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനർത്ഥം നേരത്തെ. അത് മാത്രമല്ല, ഒരു സയൻസിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. രാത്രി 12 മണിക്ക് ഉറങ്ങുന്ന 1 മണിക്കൂർ 12 മണിക്ക് ശേഷം കിട്ടുന്ന 2 മണിക്കൂറിന് തുല്യമാണ്. 12 മണിക്ക് നിസ്ഫുൽ ലൈൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ബയോളജിയും ഇതിന്റെ സിസ്റ്റമൊക്കെ അള്ളാഹു ഈ പ്രപഞ്ചവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം 5 മണിക്കൂർ ഉറങ്ങുന്നതും 12 മണിക്ക് മുമ്പ് 2.5 മണിക്കൂർ ഉറങ്ങുന്നതും സമമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യന് റാഹത്ത് കിട്ടുക പാതിരാ നേരത്തിന്റെ മുമ്പ് ഉറങ്ങിയാലാണ്. ഈ റാഹത്ത് കിട്ടണമെങ്കിൽ ഇതിന്റെ ഡബിൾ ഉറങ്ങേണ്ടി വരും പാതിരാക്ക് ശേഷം. അപ്പോ ദീൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. ഇതിന് ഒഴിവായിട്ട് പറഞ്ഞ ഏറ്റവും ഇതിൽ ഈ ഇശ കഴിഞ്ഞിട്ട് പിന്നെ സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞത് 3 വിഷയമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാർ. ഒരുപക്ഷെ അവര് ജോലി കഴിഞ്ഞ് വന്ന് സ്വന്തം ഭാര്യയോട് വർത്താനം പറഞ്ഞിരിക്കാൻ കിട്ടുന്ന ഒരു നേരം ഇശാഇന് ശേഷമാണെങ്കിൽ ഭാര്യയും ഭർത്താവും വർത്താനം പറഞ്ഞിരുന്നോട്ടെ, കുട്ടികളൊക്കെ പോയി ഉറങ്ങിക്കോട്ടെ. 2, ഇസ്ലാഹു ദാത്തിൽ ബൈൻ. എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്, മസ്ലഹത്ത് ചെയ്യണം. മസ്ലഹത്തിന്റെ ചർച്ച ഇശാ നിസ്കാരത്തിന് ശേഷമാകാം. 3, ഒരു ഇൽമ്. അതാണ് ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്ന ഈ ക്ലാസ്. ഇൽമ് പഠിക്കാൻ വേണ്ടി ഇശാഇന്റെ ശേഷം. ഇതല്ലാതെ ഒരു പരിപാടിക്ക് ഉറക്കൊഴിക്കണ്ട, ഇശാ കഴിഞ്ഞ പോയി കിടന്നുറങ്ങിക്കോളൂ എന്നാ ശരീഅത്ത് പറഞ്ഞത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെയൊക്കെ ജീവിച്ചാൽ കുറെ അസുഖം, കൊളസ്ട്രോളും ഷുഗറൊക്കെ നമുക്ക് ഒഴിവായി പോയേനെ അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജോലി നഷ്ടപ്പെട്ട